നമ്മളിവിടെ ചെയ്യുന്നത് ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ അതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് ആ ട്രഡീഷണൽ മെത്തേഡ് തന്നെ ഇവിടെ വരുന്ന ആളുകൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുകയാണ്. രണ്ട് സൈഡിലാണ്, വെൽനസ് സൈഡും അതുപോലെ തന്നെ ക്യൂറേറ്റീവ് സൈഡും. അതായത് ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതുപോലെ തന്നെ ഡിസീസ്ഡ് ആയിട്ടുള്ള ആളുകളെ അവരെ ഹെൽത്ത് റീഗെയിൻ ചെയ്യുക എന്നൊരു ആസ്പെക്റ്റിൽ ട്രഡീഷണൽ മെത്തേഡ് ഫോളോ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് സെൻ്ററാണ്. അതിൽ നമ്മൾ കുറച്ചും കൂടെ സ്പെഷ്യലൈസ് ചെയ്ത് ചെയ്യുന്ന ഒരു ഇതാണ് പോസ്റ്റ്നേറ്റൽ കെയർ എന്ന് പറയുന്നത്. പോസ്റ്റ്നേറ്റൽ കെയർ എന്ന് പറഞ്ഞാൽ പല സാഹചര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ നാട്ടിൽ പോയി ചെയ്യാൻ പറ്റാത്തവരോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ആരെങ്കിലും അമ്മമാരോ ആരെങ്കിലും ഇവിടെ വന്ന് ചെയ്യിപ്പിക്കാൻ പറ്റാത്തതോ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റും ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ആയിട്ടാണ് നമ്മളിവിടെ. മാത്രമല്ല അത് തന്നെ പല വിധത്തിലുള്ള പാക്കേജുകളായിട്ടും അവൈലബിൾ ആണ്. ക്ലിനിക് സർവീസും ഹോം സർവീസും അവൈലബിൾ ആണ്. ഇവിടെ വന്ന് ചെയ്യാൻ പറ്റാത്തവർക്ക് നമ്മൾ വീട്ടിൽ വന്ന് പ്രൊസീജിയർ അനുസരിച്ച് ചെയ്തു തരുന്നതായിരിക്കും. നമ്മൾ പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സർവീസസ് എന്ന് പറഞ്ഞാൽ അഭ്യംഗം ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ ശിരോഭ്യംഗം ഉണ്ടാവും, മുഖാഭ്യംഗം ഉണ്ടാവും, മുഖലേപം ഉണ്ടാവും, ഞവര ഫേഷ്യൽ ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ പ്രസവരക്ഷ കിഴി ഉണ്ടാവും. പ്രസവരക്ഷ കിഴി എന്ന് പറഞ്ഞാൽ പൊടിക്കിഴി, ഇലക്കിഴി, ഞവരക്കിഴി അതൊക്കെ ഇൻക്ലൂഡ് ആയിരിക്കും. ഫുൾ ബോഡി സ്ക്രബ് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ബെല്ലി വൈറ്റിംഗ്, വേദുകുളി. നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ പ്രസവരക്ഷയിൽ നമ്മൾ ചെയ്യുന്നത് സെയിം വേ നമ്മളിവിടെ വേദുകുളി അവൈലബിൾ ആണ്. ഷോൾഡറിന് പെയിനായിട്ട് സ്വെല്ലിംഗ് ഒക്കെ ആയിട്ട് ഇപ്പോൾ വന്നപ്പോൾ എനിക്ക് ഷോൾഡർ അനക്കം വയ്യായിരുന്നു. ഇപ്പം നമ്മുടെ ജെയിൻ ബ്രോ ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം ജെയിൻ ബ്രോ നല്ല രീതിയിൽ തിരുമ്മി സെറ്റാക്കി ആവിയൊക്കെ അതായത് സ്റ്റീമൊക്കെ എടുത്ത് ഇപ്പോൾ ഞാൻ ഓക്കെയാണ്. ഷോൾഡർ പെയിനൊക്കെ മാറി, സ്വെല്ലിങ്ങും മാറി, പിന്നെ ഒരു റെഡ്നെസ് ഉണ്ടായിരുന്നു, അതും മാറിയിട്ടുണ്ട്. പെയിൻ റിലേറ്റഡ് ഇഷ്യൂസ്, അതുപോലെ തന്നെ സ്കിൻ കെയർ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലായിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ, ഒബീസിറ്റി, അതുപോലെ തന്നെ ഡയബറ്റീസ്, അതുപോലെ തന്നെ ഇവിടുത്തെ ജോലി പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സ്, അവരുടെ മെൻ്റൽ ഇഷ്യൂസ്, ആങ്സൈറ്റി പോലുള്ള ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ലൊക്കേഷൻ വരുന്നത് അൽ അഹ്ലി ഹൗസി, ഷൂട്ട് നമ്പർ 305, അൽനാദ 2, ദുബായ്.